എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്യുന്നത് കൊറിയൻ ഹെയർ സ്പാ ആണ്. മുഖരുടെ പാടുകളൊക്കെ കുറവാണ്. അതായത് പിരികമില്ലായ്മ. പിരികം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് കൊടുക്കുന്ന പെയിൻലെസ് ആണ്, അതിന് പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് മുഖത്ത് അമിത രോമം ഉണ്ടാവുക, അല്ലെങ്കിൽ കൈകളിലോ കാലുകളിലോ നമുക്ക് ഒരുപാട് രോമ വളർച്ച ഉണ്ടാവുക. ഇത് നമുക്ക് അപ്പം തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡാൻഡ്രഫ് പീൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാരണമാണ് താരൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാലുണ്ണി എന്ന് പറയും, അതിങ്ങനെ വന്ന് 1, 2, 3, 4 എണ്ണമായി. അപ്പോൾ അതും ഒരു 15 മിനിറ്റ് കൊണ്ട് അവർ എടുത്തു തന്നു. ഐ എം സോ ഹാപ്പി. ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒറിജിനൽ ഹൈഡ്രാ ഫേഷ്യൽ, അത് നമ്മുടെ സ്വന്തം ആകൃതിയിൽ. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. എന്തിനാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുകയും കൂടാതെ ശരീരത്തെ ഫുള്ള് റെഡിയാക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? അതുല്യ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആകൃതി എന്നാണ്. ഈ പേര് പോലെ തന്നെ നമ്മുടെ ആകൃതിയെ കറക്റ്റ് ആക്കുന്നത് ഇവിടുത്തെ ഡോക്ടർമാരാണ്. നമുക്കൊന്ന് കണ്ടാലോ? പിന്നെന്താ, അടിപൊളിയാണ് അകം കാണാൻ. വരൂ. പ്രജന ഇത് കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മെയിൻ ആയിട്ട് ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഈ ഒരു സ്ഥാപനം തന്നെ സൗന്ദര്യമാണ്. ഇങ്ങോട്ട് വന്നാ ഇവിടെ കണ്ടോ, ഇവിടെ അതുപോലെ തന്നെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലെ കാഴ്ചകൾ ഇതിലും അടിപൊളിയാണ്. വാ. പ്രജനെ വെറുതെ പറഞ്ഞല്ല, ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. മേളിലൊക്കെ നോക്കി അതേപോലെ തന്നെ ഫുൾ സെറ്റായിട്ട് ചെയ്തേക്കുക. ഇവിടുത്തെ ഓരോ റൂമിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ അതിന് ഓരോ പേരുകളും ഉണ്ട്. അത് ഡോക്ടർമാര് തന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടുത്തും. നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. പേര്? നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഡാനിറ്റ. ശരിക്കും ഡോക്ടറെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ ഒരു സ്കിൻ അനലൈസർ മെഷീനാണ്. ഫോട്ടോഗ്രാഫിക്കലി നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അതായത് മുഖക്കുരു, ചെറിയ ചെറിയ പാടുകൾ, കണ്ണിന് നേരിട്ട് കാണാൻ പറ്റാതായിട്ടുള്ള പാടുകൾ, റിങ്കിൾസ്, ഇതെല്ലാം നമുക്ക് ഈ മെഷീൻ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്. ഓക്കെ, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. അല്ലെ, കണ്ണ് തുറക്കണ്ട. നമ്മുടെ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോസ് എല്ലാം ഈ മെഷീൻ തന്നെ അനലൈസ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒരു ഫുൾ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ ഒരാളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യത്തുള്ളൂ. അതെ. ഇവിടൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിലടിച്ചിട്ട് നമുക്ക് സ്കിൻ ഡാമേജ് അയക്കുന്ന ഏരിയസ് ഇതൊക്കെയാണെന്ന് നമ്മുടെ മെഷീൻ കാണിച്ചു തരും. പേര്? എൻ്റെ പേര് ചിഞ്ചു. ഈ പിരികത്തിന്റെ കുറവായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അവരെന്താ ചെയ്യണ്ടേ? ഇപ്പോൾ ഈ വന്ന കാലത്ത് മേക്കപ്പ് ഇടാത്തവർ ആരും തന്നെ കാണത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഐബ്രോസ് ഇല്ലാത്തവർ, അതായത് പിരികമില്ലായ്മ. ഈ പിരികത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഞങ്ങളൊരു ടെക്നിക്സ്, അതായത് ഞങ്ങളിവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ട് മൈക്രോ ബ്ലേഡിങ് അഥവാ ഐബ്രോസ്. കാരണം ആർട്ടിഫിഷ്യലായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിരികം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിന് പെയിൻലെസ് ആണോ എന്ന് ചോദിച്ചാൽ പെയിൻലെസ് ആണ്, അതിന് പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. അതിനോടൊപ്പമാണ് ലിപ് കോണ്ടറിങ്. ലിപ് കോണ്ടറിങ് എന്ന് വെച്ചാൽ ഈവൻ സ്ത്രീകൾ പോലും ഇപ്പോൾ ലിപ് ഷെയ്ഡ് ഇല്ലാത്തത് പുറത്തിറങ്ങാറില്ല. അപ്പം കൂടുതലായി അതിനായിട്ട് മെഡിക്കലി നമ്മൾ പറയുന്നത് ഓവർ യൂസേജ് കാരണം പിഗ്മെൻറ്റേഷൻ കൂടാറുണ്ട്. കാരണം ചിലർക്ക് ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ആയിരിക്കും കൂടുതൽ. അപ്പം അതിനൊക്കെ ഉത്തമ ഉദാഹരണം ലിപ് കോണ്ടറിങ്. ലിപ് കോണ്ടറിങ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലിപ് ബ്ലഷിങ് കൊടുക്കുക. അപ്പം സെമി പെർമനൻറ്റ് ടെക്നിക്കാണ് ആ ഒരു പ്രൊസീജിയർ. ഇത് പെർമനൻറ്റ് പ്രൊസീജിയർ അല്ല, സെമി പെർമനൻറ്റ് പ്രൊസീജിയറാണ് ലിപ് കോണ്ടറിങ്. ഡോക്ടർ, ഇതെന്ത് മെഷീനാ? ഇതാണ് നമ്മുടെ ലേസർ ഹെയർ റിഡക്ഷൻ മെഷീൻ. നമുക്ക് PCOD കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം കാരണം നമുക്ക് മുഖത്ത് അമിത രോമം ഉണ്ടാവുക, അല്ലെങ്കിൽ കൈകളിലോ കാലുകളിലോ നമുക്ക് ഒരുപാട് രോമ വളർച്ച ഉണ്ടാവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അത് നോർമൽ ഹെയർ ഗ്രോത്ത് ആണെങ്കിലും അത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടോ ഇത് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഷീൻ വെച്ചേക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉപയോഗിക്കാം. അതായത് ബോഡി ബിൽഡേഴ്സ്, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക്, പ്രൊഫഷണലി കോമ്പറ്റീഷന് പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നോർമലി നമുക്കൊരു ഹെയർ റിഡക്ഷൻ, ഭയങ്കര രോമമുണ്ട്, ഇതൊന്ന് കളയണമെന്ന് തോന്നുന്ന ആണുങ്ങൾക്കും ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഈ മെഷീൻ്റെ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മെഷീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനൊരു കൂളിംഗ് ടിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ലേസർ അടിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഭാഗം മുഴുവൻ ഐസ് കോൾഡ് ആയിരിക്കും. ഡോക്ടറെ നമസ്കാരം. എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഹൈഡ്രാ ഫേഷ്യലാണ്. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാ ഇടത്തും കേൾക്കുന്ന ഒരു പേര് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് ഒറിജിനൽ ഹൈഡ്രാ ഫേഷ്യലാണ്. ഒറിജിനൽ എന്ന് പറയുമ്പം US FDA അപ്രൂവ്ഡ് മെഷീനാണിത്. അപ്പം ഇതിന് മെയിൻലി ഇത് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയാൻ നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡേർട്സ്, ഡെഡ് സെൽസിനെ എല്ലാം പ്രോപ്പറായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നു.
എന്നിട്ട് നമുക്ക് വേണ്ട നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ടുള്ള സീറംസിനെ ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചില ക്രീമുകൾ ഉപയോഗിച്ചാൽ പോലും വളരെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടർമാർ തന്നെ നിന്ന് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരാളെ പുറത്തോട്ട് വിടുന്നത്. അവരുടെ കൺസേൺ എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫേഷ്യൽ സെറ്റ് ചെയ്യുന്നത് തന്നെ. മെയിനായിട്ട് നമ്മൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഹൈഡ്രാ ഫേഷ്യലിനെ തന്നെ ഒറിജിനൽ സീറംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഓരോ റൂമിനും ഓരോ പ്രത്യേകതയുണ്ട്. ഡോക്ടർ ഇവിടെ എന്താ ചെയ്യുന്നേ? നമ്മളിവിടെ കാർബൺ പീലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാർബൺ ലേസർ എന്നൊക്കെ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ബേസിക്കലി അതൊരു ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ക്യൂ സ്വിച്ച് ലേസർ വെച്ചിട്ട് നമുക്ക് മുഖത്ത് വരുന്ന പാടുകൾ, വെയിലടിച്ചിട്ട് കറുത്തുപോയ ടാനിങ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനകത്ത് കൃത്യമായിട്ട് ആ സ്ക്രീനിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ പേഷ്യന്റിന് എത്രത്തോളം ടോളറേറ്റ് ചെയ്യോ അതിനനുസരിച്ചുള്ള എനർജി ലെവൽസ് സെറ്റ് ചെയ്യും. പേഷ്യന്റ് സ്കിൻ കൺസേൺ അനുസരിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു ഇന്റീരിയൽ ഒരു രക്ഷയില്ല. കാരണം എത്ര സമയം ഇവിടെ ഇരുന്നാൽ പോലും നമുക്ക് ബോറടിക്കത്തില്ല. ഡോക്ടർ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത് മെഡിക്കേറ്റഡ് ആയുള്ള ലെഗ് സ്പാ ആണ്. ഇപ്പം നമുക്ക് സാധാരണ പെഡിക്യൂറിനെക്കാട്ടിലൊക്കെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടി വെൽനെസ് ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പം വരുന്ന ക്ലയൻസിൻ്റെ ഓരോ കൺസേൺ, അതായത് അവർക്കിപ്പം വെരിക്കോസ് കൊണ്ട് ഉണ്ടാവുന്ന സ്വെല്ലിംഗ് ആയാലും പെയിൻ ആയാലും അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് കൊണ്ടുണ്ടാവുന്ന പെയിനും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ടൊരു ഓർത്തോ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെഗ് സ്പാസ് ആണിത്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു റിലാക്സിങ് ലെഗ് സ്പായാണ്. അധികം നമ്മളിപ്പം ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് വരുവാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഫുട്ട് മസാജാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ആ ലെഗിലും കൂടി അത്യാവശ്യം ഒരു മസാജും കാര്യങ്ങളും കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരെ. ഇത് നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. രണ്ടുപേർക്കും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. ഡോക്ടർ ഇത് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ എന്ത് കാര്യമായാലും പ്രോപ്പർ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷമാണ് ചെയ്യുന്നത് പ്രൊസീജിയർ. ആ ചെയ്യുന്ന ആളാണെങ്കിലും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത മെഷീൻ പരിചയപ്പെടാം. നമസ്കാരം, പേര്? ആര്യ. ഇത് എന്ത് ടൈപ്പ് മെഷീനാണ്? ഇത് നമ്മുടെ ഓക്സിജനോ ഫേഷ്യലിന്റെ മെഷീനാണിത്. ഇത് നമുക്ക് അപ്പം തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഓക്സിജനോ ഫേഷ്യൽ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൈഡ്രേഷൻ വേണ്ടിയിട്ട് ഫേസിൻ്റെ ഒരു നല്ലൊരു ഹൈഡ്രേഷനും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് ഈ ഓക്സിജനോ ഫേഷ്യലിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ ഓരോ റൂമിലുള്ള മെഷീനും ഇങ്ങനെ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തേക്കുക. അതെ അതെ. ഡോക്ടർ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡാൻഡ്രഫ് പീൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പം കൂടുതലും പോപ്പുലേഷൻ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാരണമാണ് താരൻ എന്ന് പറയുന്നത്. അതിപ്പോൾ അവരുടെ കോൺഫിഡൻസിനെ ആയാലും ഒരാളെ കാണുമ്പോഴായാൽ തന്നെയും ഷർട്ടിന്റെ കോളറിലും ഡ്രസ്സിലും ഒക്കെ പൊടിപൊടിയായിട്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ അമിതമായിട്ടുള്ള ഇച്ചിങ് ചൊറിച്ചിലും കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒക്കെ ഒരു നല്ല സൊല്യൂഷനാണ് ഡാൻഡ്രഫ് പീൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഡാൻഡ്രഫിന്റെ ഒരു റൂട്ട് കോസ് സാറിനും അറിയാം. മെയിനായിട്ട് ഇത് വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത്, ഡൈജഷൻ ഒക്കെയാണ് റിലേറ്റഡ്. അതെ, വയറാണ് പ്രശ്നം. അപ്പം ഇത് പുറമെ മാത്രം ചികിത്സിച്ചാൽ പോരാ, നമ്മൾ അവരെ പ്രോപ്പർ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഡയറ്റിലും അവരുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ആകൃതിയുടെ പ്രത്യേകത. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങളും കറക്റ്റ് ചെയ്യും. നമ്മുടെ ആയുർവേദം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അത് തന്നെയാണ്. വരാതിരിക്കാനുള്ള കാര്യവും അതുപോലെ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അതിന്റെ ആ വേര് തേടി അതിനെ പുള്ളി വേരെടുത്ത് കളയുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യയിൽ കാണാനുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഓരോ റൂമിനും അടിപൊളിയാ. നമ്മുടെ ഈ ഓരോ റൂമിനും ഓരോ പേരുണ്ടല്ലോ. നമുക്ക് ഈ റൂം എലഗൻസ്, ഇത് ഗ്ലോയ്, ഇത് വന്ന് ഹെവൻ. അങ്ങനെ ഓരോ റൂമുകൾക്ക് ഓരോരോ പേരുകളാണ്. അങ്ങനെ അങ്ങോട്ട് എല്ലാ റൂമിനും പേരുണ്ട്. ഇത് കണ്ടോ അടുത്ത റൂം. ഡോക്ടറെ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്യുന്നത് കൊറിയൻ ഹെയർ സ്പാ ആണ്. നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഇവിടെ. ഒന്ന് ആയുർവേദിക് കൊറിയൻ ഹെയർ സ്പായും ഒന്ന് നോർമൽ കൊറിയൻ ഹെയർ സ്പായും. നമ്മളിപ്പം ഏതാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്കാൽപ്പ് അനലൈസിസ് ആണ്. നമ്മൾ ഈ സ്കാൽപ്പ് നോക്കിയിട്ട് എങ്ങനെയാണ്, ഡ്രൈ ആണോ അതോ ഭയങ്കര ഓയിലി ആയിട്ടാണോ അല്ലെങ്കിൽ ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഇതൊരു 8 to 9 സ്റ്റെപ്സ് ഉണ്ട്. ഒരു 120 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 75 മിനിറ്റ്സ് മുതൽ 120 മിനിറ്റ്സിൻ്റെ നമ്മളത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം കൊറിയൻ ടൂൾസ് ഒക്കെയാണ്. അതെ, നമ്മൾ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കിപ്പം സ്കാൽപ്പിന് വേണ്ട മസാജ് ആയാലും പ്രോപ്പർലി ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായാലും ഹെയർ ഫോൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ്. നമസ്കാരം സാറേ, പേര്? നമസ്കാരം, എൻ്റെ പേര് കുഞ്ഞുമോൻ ഗീവർഗീസ്. ശരിക്കും എവിടെ സ്ഥലം?
ഞാനിവിടെ പെരിങ്ങനാട് അടൂർ തന്നെയാണ്, പക്ഷേ ഞാൻ ഓസ്ട്രേലിയയാണ് 25 വർഷമായിട്ട്. ശരി, എന്തായിട്ട് ഇവിടെ വന്നേ? ചെവിക്കകത്തൊരു ചെറിയ വേദനയായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റു ട്രീറ്റ്മെൻറ്റോട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ വൃത്തി, ക്ലീൻ ഒക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്കിങ്ങനെ ഒരു വാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഇവിടെ ഒരു പാലുണ്ണി എന്ന് പറയും, അതിങ്ങനെ വന്ന് 1, 2, 3, 4 എണ്ണമായി. അപ്പോൾ അതും ഒരു 15 മിനിറ്റ് കൊണ്ട് അവർ എടുത്തു തന്നു. ഐ എം സോ ഹാപ്പി. ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ഈ ഡ്രൈ സ്കിന്നിന് വേണ്ടി അത് കുറച്ച് ക്രീമൊക്കെ ഇവിടുന്ന് വാങ്ങി. മെയിനായിട്ട് ഡോക്ടറൊക്കെ തരുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ മറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ നമ്മൾ മൂക്കിങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ട് പോകണ്ട, അതാണ് ഒന്നാമത്തെ ഗുണം. നമ്മൾ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ആദ്യം ചിന്തിക്കുന്നത് വൃത്തിയാണ്. അതുകൊണ്ട് പലയിടത്തും വൃത്തിയില്ലാതുകൊണ്ട് പോകാൻ മടിയാണ്. ഇവിടെ വന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം റിയലി സാറ്റിസ്ഫാക്ഷൻ. ഡോക്ടറെ കൂടാതെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി എസ്തെറ്റിക് ക്ലിനിക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓർത്തോ വരും, ENT വരും, ഓഫ്തൽമോളജി വരും, ഗൈനക്കോളജി വരും. അത് കൂടാതെ തന്നെ നമുക്കൊരു വെൽനസ് ആൻഡ് റീജനറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ തന്നെ ഉണ്ട്. അതിൽ ആയുർവേദ വരും, ഈ മുട്ടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരും, അല്ലാതെ സ്പാ ആയിട്ട് വരും. അങ്ങനത്തെ പല ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ള പല ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ഇതിലെല്ലാം സ്പെഷ്യലായിട്ട് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ വെൽനസ് ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക്. അതിൽ വരുന്നത് നമുക്ക് നമ്മുടെ ഹോൾ ബോഡി ബെറ്റർമെന്റിനുള്ള ഡ്രിപ്സ് വരുന്നുണ്ട്, അതായത് ഗ്ലൂട്ടത്തയോൺ, NAD, പിന്നെ അതുകൂടാതെ വൈറ്റമിൻ ഡ്രിപ്സ്, ഹാങ് ഓവർ ഡ്രിപ്സ്, ഹെയർ ഫോളിന്റെ ട്രീറ്റ്മെന്റ്, അങ്ങനെ പല പല ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഈ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വെളുപ്പിക്കുക എന്നുള്ളതല്ല മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആരോഗ്യപരമായിട്ടായാലും സൗന്ദര്യത്തിലായാലും നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ സുന്ദരിയാക്കാനോ സുന്ദരനാക്കുക മാത്രമല്ല, നമ്മുടെ എൻറ്റയർ ബോഡി ഏറ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മുടെ ഹെൽത്ത് നോക്കാൻ വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓണമാണല്ലോ, ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ചേട്ടാ, നമുക്ക് ഓണത്തിന് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് ഓഫേഴ്സ് കൊടുക്കുന്നു. അല്ലാത്ത ടൈമിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. എപ്പോഴും വരുമ്പോൾ ഒരു അതിശയിക്കുന്ന ഒരു സർവീസ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു, എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടൂർ ടൗണിൽ തന്നെ ബൈപ്പാസിനോട് ചേർന്നാണ് നമ്മുടെ ബിൽഡിങ്. നമ്മൾ ഇവിടുന്ന് റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബിൽഡിങ് കാണാം. ആകൃതി എന്നാണ് പേര്. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. വരാൻ ബുദ്ധിമുട്ടുള്ള ആർക്കാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് ഓൺലൈൻ കൺസൾട്ടേഷൻ കിട്ടും. അതുകൂടാതെ പ്രോഡക്ട്സ് നമ്മൾ കൊറിയർ ചെയ്തും കൊടുക്കും. നമ്മളെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോയിൽ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് പോന്നാൽ മതി.